എന്തെങ്കിലും മല്ലയ്യ ചാർജ് ചെയ്തൊരു 20% ആയപ്പോഴേക്ക് അവിടുത്തെ കറണ്ട് പോയി. അങ്ങനെ ഒരു വലിയൊരു അറ്റംപ്റ്റ് കയ്യിലിരിക്കുന്നു. +2 കഴിഞ്ഞപ്പോൾ തുടങ്ങിയ എൻ്റെ യാത്രയാണ്. ഒരുപാട് സംസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിട്ടും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഗോവയിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഗോവയിലാണ്. ഗോവ പാർട്ട് 1 എല്ലാവർക്കും സ്വാഗതം. ഗോവ എത്തി. ഗോവയിൽ മപ്പൂസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഷെയർ ടാക്സി പിടിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്കൊരു ബസ്സോ അല്ലെങ്കിൽ ലിഫ്റ്റോ അടിച്ചിട്ട് നേരെ ബാഗ ബീച്ചിന് അങ്ങോട്ട് എത്തണം. ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ട് മപ്പൂസയിൽ നിന്ന് ബാഗ ബീച്ചിലേക്ക്. എൻ്റെ റൂമിലേക്ക് ഞങ്ങളവിടെ വിനയ്, അൽത്താഫ്, നസ്രുമൊക്കെ റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് നടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും മറ്റേ ലിഫ്റ്റോ അല്ലെങ്കിൽ ബസ്സോ കാര്യങ്ങളൊക്കെ പിടിക്കാം വിചാരിച്ചിട്ട് നടക്കണം. നമ്മളങ്ങനെ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഇനി മിനറൽ വാട്ടറും വെള്ളവും കുടിച്ചിട്ട് നമുക്ക് അവിടെ നടക്കാം അങ്ങോട്ട്. മൈ ഗോഡ്, യാറുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിജനമായിട്ടുള്ളൊരു റോഡന്തരീക്ഷം. യാറുമയില്ല. അപ്പം എന്തായാലും നടക്കാം ഗൈസ്. അല്ലെങ്കിൽ സ്കോർപ്പിയോ ഉണ്ടോ? മറ്റേ സ്കോർപ്പിയോൻ്റെ പജേറോ ആക്കി എടുത്ത് ഗൈസ്. നല്ല കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ക്യാമറയിൽ അത് വ്യക്തമല്ല. ഫോണങ്ങനെ സ്റ്റെബിലിറ്റി ആവണല്ലേ. ഞാൻ ചിലപ്പോൾ നടക്കുന്നോണ്ടായിരിക്കും. അടിക്കോ? मुश्किल नहीं है. Oh my God. ഷോ അല്ല, ഡോബർമാരും ലാബും. ചേച്ചി അത് വരോ? എല്ലാം കൂടി വളഞ്ഞേക്കാണ്. ഓ സ്റ്റേ. ഹേ ഓക്കെ. ആടാ ഓക്കെ, താങ്ക് യു ഗൈസ്. അങ്ങനെ ഒരു വലിയൊരു അറ്റംപ്റ്റ് കയ്യിലിരിക്കുന്നു. ഞാൻ എൻ്റെ ഗോവയിലാണ്. ഞാൻ ഇങ്ങനെ ഗോവ തെരുവുകളിലൂടെ നടക്കാണ്, റൂമിലേക്ക് നടക്കാണ്. ഓ, ഡോബർമാൻ മാത്രം മതി എന്നെ തീർക്കാൻ. പണ്ടാരം എന്തോന്ന് സാധനം. ഇപ്പം എന്തായാലും റൂമെത്തട്ടെ. അവന്മാർ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കല്ല, കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എൻ്റെ പിന്നെ ടെൻഷനായില്ല. വേർത്ത് വിളിച്ച്. എനിക്ക് നാടൻ പട്ടിയൊക്കെ ഉണ്ടല്ലോ, ഈ നാടൻ പട്ടി കാര്യങ്ങളൊന്നും എനിക്കധികം പേടിയില്ല. കാരണം ഞാൻ അതിനെടുക്കുന്ന ഒരു ക്യൂട്ട് രീതിയിൽ എടുക്കുന്നത്. പക്ഷേ ഈ ഡോബർമാൻ, പിറ്റ്ബുള്ളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉള്ളിലെ മൃഗം ഉണ്ടല്ലോ, അതെപ്പോൾ പുറത്തോട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് അതിനൊക്കെ എങ്ങനെ വളർത്തിയേക്കണമെന്ന് എനിക്കറിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റെ ആ സാധനം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റൂല. കാര്യം അതിനൊക്കെ മതിയായ സൈസ് ഉള്ളതാണ്. പിന്നെ ആക്രമിച്ച് നിൽക്കാവുന്നതാണ്, ഓപ്പോസിറ്റ് അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാവുന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഏകദേശം 1 മണിക്കൂർ എന്തായി ഇവിടെ ലൊക്കേഷനിൽ നിൽക്കുന്നത്. ആ മണ്ടനാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുള്ളൂ. ഹോട്ടലിൻ്റെ പേരോ അല്ലെങ്കിൽ റൂം നമ്പർ പോലും അയച്ചു തന്നിട്ടില്ല. മണ്ടങ്ങനാത്ത അവരൊക്കെ വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കാനുള്ള, കിടന്ന് ഉറങ്ങാണ്. എന്തെങ്കിലും മല്ലയ്യ. ഈ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എൻ്റെ ഫോണിലാണ് 12% ചാർജ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെ ഞാൻ സമയം തീർക്കും? ആയിരോണ ഗൈസ്. ഞാൻ എന്തായാലും റൂമത്തിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, എപ്പോഴാണ് കയറുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ അവന്മാർ വരുമ്പോൾ കാണാം. എൻ്റെ ഫോണിൽ ഓഫാവുമെങ്കിൽ ഫോൺ ഓഫായില്ലെങ്കിൽ ഞാൻ അവന്മാരെ കാണിച്ചു തരാം. ഇനി ഫോൺ ഓഫായ ഞാൻ എന്ത് ചെയ്യും? ഡ്രസ്സൊക്കെ മാറി ചെഞ്ചായിട്ട് ബാക്കി പരിപാടി എത്തിക്കുമ്പോൾ പറയാം. ഓക്കെ. ഞാനൊരു കടയിൽ കൊണ്ടുപോയിട്ട് ഫോൺ കുത്തിയിട്ടു. ചാർജ് ചെയ്തൊരു 20% ആയപ്പോഴേക്ക് അവിടുത്തെ കറണ്ട് പോയി.
പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഇവിടെ നിന്നിരിക്കുക. ഇവിടെ നിന്നിരുന്ന് എനിക്ക് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഭ്രാന്ത് വരണം. അപ്പം ഞാൻ കുറേ നേരം അങ്ങോട്ടും കൊണ്ട് നടന്നിട്ടും കുറച്ച് നേരം വെറുതെ ഇരുന്നിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്തു. ചാർജ് 13 ഇതുവരെയായിട്ട് അവന്മാർ ഫോൺ എടുത്തല്ല. എന്ത് പഠിച്ചു എന്ത് ചെയ്യും ഞാൻ നോക്കട്ടെ കേസ്. അവന്മാർ തുറക്കുമോ നോക്കട്ടെ. വിളിച്ചിട്ട് കിട്ടല്ല. നമുക്കിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. അതിൽ ഞാൻ ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്നും കൂടി ഫോൺ ചാർജ് ചെയ്തിടാം. അപ്പോൾ കുറച്ചുകൂടി ചാർജ് കയറും. കണ്ടറിയാം കേസ്. അങ്ങനെ കോൾ എടുത്തിരിക്കുകയാണ്. നെസർ കോൾ എടുത്തിട്ടുണ്ട്. ഞാൻ വന്നിട്ട് എത്ര മണിക്കൂറായെന്നറിയാം? 2 മണിക്കൂർ. എന്തായി 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവന്മാർ കോൾ എടുത്തിട്ടുണ്ട്. നെസർ കോൾ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് അറിയോ? 3 അമ്മമാരുണ്ട്. ആദ്യം ഇവനെ വിളിക്കും, ഇങ്ങനെ വിളിക്കും, ഇവനെ 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 വിളിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് ഫോൺ എടുത്ത് ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. വരട്ടെ. ഞാൻ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഫോൺ ചാർജിലിട്ടിട്ട് ഡ്രസ്സൊക്കെ മാറി. ഇന്ന് ഡ്രസ്സൊക്കെ മാറി ഞാൻ വരാം. ഡ്രസ് കോഡ് ഉണ്ടോ? അപ്പൊ എന്നാലും ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഓക്കെ, അമ്മ വരട്ടെ. വന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോകും. ഓക്കെ ബൈ ഗൈസ്. റൂപത്തി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഓക്കെ ബൈ ഗൈസ്. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. ഞാൻ റോസ്റ്റ് ചിക്കൻ, ഈ മസാല ആൻഡ് ചായ. ഇനി നമ്മൾ ബീച്ചിലേക്ക് എല്ലായിടത്തൊക്കെ പോവാം. ഓക്കെ, പക്ഷെ നാടൻ പട്ടി ഈ സീനിലാന്നേ. ഈ ഡോബർമാനും സാധനങ്ങളൊക്കെ ആണെങ്കിൽ കടിച്ചെടുത്തിട്ടും പോകും. ഇറച്ചിയെ പാടിക്കൊണ്ടുപോകും. വല്ല ഞാൻ ക്യാമറയുടെ വെച്ച് കുത്തിയത്. പിന്നെ ഏതി കൂടെ ഏത് വഴിയായി എനിക്ക് പറഞ്ഞത് നമുക്ക് ഈ വഴിയായിരിക്കും. നമ്മൾ ഒരാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹായ്, നമസ്കാരം. അമ്മേ ഗായ്സ്, ഫൈനലി നമ്മൾ അങ്ങനെ ബാഗ ബീച്ചിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി കുറച്ചേരം നമുക്ക് ഇവിടെ നടന്നിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ഇറങ്ങണം വൈകിട്ട്. ഓ, ഇതാണ് നീ പറഞ്ഞ ആംബുലൻസ്. നീ പറഞ്ഞ തുരുമ്പാട്ട മൊത്തം. ഇവിടുത്തെ ആംബുലൻസാ കാണുന്നത്. ഗായ്സ്, അത് കിണറുണ്ട്. ഇപ്പൊ തന്നെ വെള്ളം കണ്ടു കൊടുക്കും. ഇനി എടുത്തില്ല എന്ന് പറയല്ല. മണ്ണിൽ പൂത്തി മത്സ്യകന്യക. ഏകദേശം 3-4 കിലോമീറ്റർ നടന്ന് നമ്മൾ അറ്റത്തുനിന്ന് ഈ തുമ്പത്തേക്ക് നടന്നിട്ട് ഇനി ഷൂ ഒക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് കടക്കാൻ വേണ്ടി പോകണം. അപ്പുറം കടന്നിട്ട് ഗോവയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കാല് ഒട്ടുകയാണ്. ഇനി നടക്കാം നമുക്ക്. ഒരു ഒഴുക്കണ്ടാ. എടാ, ഒഴുകി പോടാ. ആ പാറയുമോക്ക്. നമ്മൾ അത് കടന്ന് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ചാടി കിടക്കണം. ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അതിൽ കൂടെ ചെറിയ ഇടവഴി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ കണ്ണിട്ട് വഴിയില്ലേ, അത് ഈ കൂടെ ഇങ്ങനെ കയറി പോകണം. ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, സാധനം കണ്ട ഇതൊക്കെ കാര്യങ്ങൾ കാലുമ്പോൾ തെറച്ചാണ്ടല്ല, നല്ല സൂപ്പുണ്ടാവും. നമുക്കിത് ഇതിന് കല്ലിനെ അങ്ങോട്ടെല്ലാം മാറ്റിയിടാം. അതിവിടെ വേറെ കിടക്കുന്നുണ്ട്, ഇവിടെ തന്നെ ഇടാം. റാമ്പറന്മാരൊക്കെ വെള്ളം കുടിച്ചിട്ട് ഇവിടെ കിടക്കുന്നത്. ഏത് നോക്കി, ഇവിടെയൊക്കെ ഗ്ലാസ് ഇറക്കുന്നുണ്ട് കണ്ടാ. ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് അവിടെയൊക്കെ ഉണ്ട് കേട്ടാ. ഭാഗ്യം കാൽമ കയറാണ്ടിരുന്നത് മേനേട്ടന്മാര്. നമ്മള് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗോവ മണൽ 1 കിലോ പാക്കറ്റാണിത്.
എക്സ്പോർട്ടിങ്. ഇപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാ. ഇത് എത്ര രൂപ നമ്മൾ കൊടുക്കാണ്? 1 കിലോക്ക് 25 രൂപ. ഓക്കെ, നമ്മൾ 1 കിലോ 25 രൂപക്കാണ് ഈ ഗോവ മണൽ പാക്കറ്റ് കൊടുക്കുന്നത്. 1 കിലോത്തിന്റെ പാക്കറ്റാണ് 25 രൂപക്ക്. അല്ല, 1 കിലോത്തിന്റെ പാക്കറ്റ് 50 രൂപ, 1 കിലോ 25 രൂപ. ഓക്കെ, അപ്പൊ എന്നാലും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും സാമ്പിളിന് വേണ്ടി. ഇപ്പൊ വരുന്നവരൊക്കെ ഈ ബാഗാ ബീച്ചിന്റെ അടുത്ത് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട് ഐറ്റം. അപ്പൊ നിങ്ങള് ബാഗാ ബീച്ചിന്റെ അവിടെ വരുമ്പോ നോക്കിയാൽ മതി, അവിടെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ. നമുക്ക് ഇത് കയറിപ്പോന്ന് വിചാരിച്ച്. അപ്പൊ ഇതിന്റെ ടോപ്പിൽ കൂടെ നമുക്ക് അപ്പുറം അഞ്ജുന ബീച്ച് ചാടാൻ പറ്റും. അതാണ് നമ്മുടെ ഇനി ലക്ഷ്യം. ഇത് നമ്മൾ കയറണം. ഓക്കെ, പണ്ടാറ് ഞാനാണ് ഷൂ ഇട്ട് ചെരുപ്പിടാൻ മറന്നുപോയി, ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി. അയ്യോ, കയറിയിട്ടുണ്ട്. മുഖത്തിൽ സ്ക്രാച്ച് ഉണ്ട്, അവന്റെ കൈമേൽ സ്ക്രാച്ച് ഉണ്ട്. പോരാ, നമ്മളതിൽ കൂടെ നടന്ന് കയറി ഇവിടെ എത്തിക്കണേ. നേരത്തെ നമ്മൾ നിന്ന സ്ഥലമൊക്കെയാണ് ഇതാ കാണുന്നത്. അവിടെയാണ് തമന്ന വന്നത്. അല്ല, അവിടെയാണ് തമന്ന വേണ്ടത്. നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത്. അവിടെ നടന്ന് ഇങ്ങനെ എത്തി ഇതിൻ്റെ ടോപ്പിലേക്ക്. ഇതിൻ്റെ ടോപ്പിലും കയറാൻ പറ്റുമെന്ന് പറയണേ. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടുന്ന് ആ ഒരു വ്യൂ ഉണ്ടോ? അതെ, ഇപ്പം ആ ബോട്ട് പോകണമെന്നുണ്ട്. ബോട്ടൊന്നുമില്ല, മറ്റേ ബൈക്ക് പോകണമെന്നുണ്ട. എന്നാ നമ്മളതിൽ കൂടെ കയറി വരാം. ഇങ്ങനെ കയറി വന്ന് ഇവിടുന്ന് ഇങ്ങനെ നോക്കി ഇപ്പൊ ഒരു വ്യൂ. ഈ വ്യൂ ഉണ്ടോ? ഇത് ക്യാമറ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് കിട്ടില്ല. പക്ഷെ അത് നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൺസെറ്റ് ടൈമില് നമുക്ക് ഇവിടെ വരാം. ഞാൻ നല്ല മഞ്ഞ കളർ ഷർട്ട് ഇട്ട് അത് കിട്ടൂലേ? ഇവിടെ വേറെ മണല്, വേറൊരു കല്ല്, വേറൊരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ. ഇവിടെ വേറെ കല്ല്, വേറെ പാറകൾ. ഇവിടുത്തെ മണലുണ്ടോ? ഇവിടുത്തെ മണലിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ, കടലല്ലേ അടുത്ത്. മോനെ 23 വയസ്സായി നിനക്ക്. HMT എന്നൊക്കെ പറയുന്നുണ്ട്. ആ അച്ചായ ഓ ദൂസറ മണലേ, ദൂസറ സാൻഡ് അച്ചായ, വേറത്തെ അച്ചായ. ഒരു ഉരുളം, കുഞ്ഞുരുളം കല്ലുണ്ട്. അല്ലെ മുട്ടക്കല്ല് ഒരു മുട്ടക്കല്ല് 100 രൂപ തരും. സാധനം പോയി. ഈ കല്ലുണ്ടോ? ഓ, ആദ്യം അടുക്കി വെച്ച് പോയി, രണ്ടാമത് അടുക്കിയിട്ടുണ്ട്. നിന്റെ ഡെഡിക്കേഷൻ. പിന്നെ അവിടെ ഗോവാന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും. ഓ, ഞണ്ട്. ഞണ്ടിനെ പിടിക്കുന്നുണ്ട്. നമ്മളാ ടെറൈനൊക്കെ ചാടിക്കടന്ന് നമ്മളങ്ങനെ അഞ്ജുന ബീച്ചിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ വലിയ ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല. ഗായ്സ്, നമ്മളങ്ങനെ അഞ്ജുന ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇനി റൂമിലേക്ക് പോകണം. റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം. മൊത്തം വേർത്ത് കുളിച്ച് ആ മലയൊക്കെ കയറി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ടയർഡായി. ഇനി റൂമിൽ പോയിട്ട് ഫ്രഷായി ഡ്രസ്സ് മാറി നമുക്ക് വൈകുന്നേരം അതെന്നാലും അടുത്ത വ്ലോഗിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റൂം എത്തിയിട്ട് വരാം. അല്ലെങ്കിൽ റൂമിലേക്ക് പോണവരെ ഇവൻ്റെ വിനയുടെ അച്ഛനോട് ഉണ്ട്. അപ്പോൾ പുള്ളി വണ്ടിയായിട്ട് വരും. നമുക്ക് വണ്ടിയിലുണ്ട് പോകും. ഓക്കെ ഗായ്സ്, വന്ന വഴിക്ക് നമ്മളൊരു സുഹൃത്തിനെ കണ്ട്. എടാ, ഇതിന് കണ്ണില്ലടാ. കണ്ണില്ലാത്ത സാധന. കൊമ്പില്ലല്ല. നേരെ അത് വീട്ടിലേക്കാണ്. എടാ, ചിലപ്പോ ഇതിൽ കൂടെ ലെഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും പോണ്ടേ. ആ അതെ, വയ്യാടാ. അപ്പുറത്തെ റോഡ് പോണ് പണ്ടാരെടുക്കാനായിട്ട്.
ഗൂഗിൾ മാപ്പ് ഇട്ട് പോടുന്ന കേസ് മിക്കവാറും ഗോവ മൊത്തം ചുറ്റിക്കും. അത് കൊള്ളാട്ടാ, വർഷങ്ങളോളം ആയിത്തീർന്ന ഏതൊരു മരം. നമ്മളങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയാണ്. കുറച്ച് നിമിഷങ്ങൾക്കകം ഇത് തൊണ്ടിപ്പഴം, പണ്ട് വീട്ടിൻ്റെ അവിടെ സർപ്പക്കാവിലുണ്ടായി. അതാണ് തോന്നണം, മണം അതിൻ്റെ സ്ട്രക്ചറും കണ്ടിട്ട് അതാണ് തോന്നണം. മിക്കവാറും ഗൂഗിൾ മാപ്പ് നമ്മളെ ഗോവ മൊത്തം ചുറ്റിക്കുന്നു തോന്നുന്നുണ്ട്. എന്താ പഠിച്ചത്, പള്ളിയാണിത്. പള്ളിയുടെ ബാക്ക് വശത്തോട്ട് നമ്മളൊന്ന് കയറിയേക്കുന്നത്. ഷോർട്ട് കട്ട് പിടിച്ച് വന്നത് ഇതാ കാണുന്ന കാട്ടിക്കൂടെയാ. ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നെ വഴി. കുറെ നേരം കാട്ടിക്കൂടെ പമ്മീനെ കണ്ട് ഏതൊരു കാട്ടുപോത്താ, കാട്ടുകാളേ. കാളയാണെങ്കിൽ ഒരുമാതിരി സോംബിക്കാളാ, അതായത് വേറെന്തോ ശബ്ദം ആന്നുള്ളില്ല, അങ്ങനെ ഓ ഓ അങ്ങനത്തെ തോളി. ഇതിനേക്കായി ഭയങ്കര ടാസ്ക് വഴികളായിരുന്നു. അവിടെ റേഞ്ചില്ല, അവിടെ അഗ്ഗര കോളയാണിത്. വിറ്റളയാ ഞമ്മക്കിങ്ങനെ ആ റോട്ടിൽ ചാടുന്നുണ്ട് നമ്മള്. അപ്പൊ കേസ് എന്തായാലും ഞാൻ റോഡെത്തട്ടെ, റോഡെത്തിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡേ വ്ലോഗ് ഇതായിരിക്കും. നൈറ്റ് വ്ലോഗായിട്ട് ഞാൻ വേറെ ചെയ്യണത്. ഞാൻ റൂമെത്തിയിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് വ്ലോഗായിട്ട് അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെ ഇറക്കും. ഇപ്പം 2 വ്ലോഗായിട്ട് ഇറക്കാം. അതെൻ്റെ പ്ലാൻ. അപ്പോൾ കാണാം റോഡിലെത്തിയിട്ട്. അങ്ങനെ വണ്ടിയായിട്ട് പിന്നെ വന്നത് ഞങ്ങൾക്ക് റൂമിൽ പോകണം, റൂമിൽ ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് നിർത്താണ്. വൈകിട്ടൊക്കെയാണ്. ഇനി അടുത്ത വ്ലോഗിൽ വെച്ച് കാണാം. ഇനി വേറെ പാർട്ടി കാര്യങ്ങളൊക്കെ അടുത്ത വ്ലോഗിലായിരിക്കും. അപ്പോൾ ബൈ ബൈ ഗൈസ്.